ഹലോ സൂര്യ, ഞാനാടാ രാജുവാ. ആ പറടാ. 4 മണിക്ക് നീ ഫോൺ ചെയ്യാതെ ചെയ്തില്ലല്ലോ. നീ ആ പെണ്ണിനെ കണ്ടോ? എല്ലാം ശരിയാക്കിയേ. ആ പെണ്ണിന്റെ സൈഡിൽ നിന്ന് എല്ലാം ഓക്കേടാ. പക്ഷെ വീട്ടില് വെണ്ണില്ല എന്ന് പറഞ്ഞ 10 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. പ്രേമത്തിന്റെ കാര്യത്തിൽ നിന്നെക്കാളും സീനിയറാടാ ഞാൻ. എന്റെ ഐഡിയ ഒക്കെ എടുത്ത് വീശ്, പ്രേമിക്കടാ നീ. ഇവനെന്തെങ്കിലും ദുഃഖിച്ചിരിക്കുന്ന അനിയ, ഇങ്ങനെ കാര്യല്ല അനിയ. നമ്മൾ എത്ര കരഞ്ഞാലും മരിച്ചു പോയവര് തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഈ സങ്കടം കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ലോകത്തിന്റെ എല്ലാ മൂലയിലും നിനക്ക് വന്ന ഈ ദുഃഖം വേറെ ആർക്കും വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആരാന്നറിയാവോ? വാട്ട് ആർ യു ടോക്കിങ്? കൊച്ചു കുട്ടി മുതൽ മുതിർന്ന ആൾക്കാർ വരെ എല്ലാ ആൾക്കാർക്കും നിന്നെ അറിയാം. ദ ഗ്രേറ്റ് ഡയറക്ടർ രാം വർമ്മ ഗോപാൽ സാറല്ലേ മോനെ? കൊച്ചു കുട്ടികൾ ഒന്നിനു പോകില്ല എന്ന് വിചാരിച്ചോ? നിന്റെ ഫോട്ടോ കാണിച്ചാൽ മതി, അപ്പം പോകും. അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഫോട്ടോ ഞാൻ എന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത്. നിനക്കറിയാമോ അനിയ, ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഞാൻ ടിവിയിൽ കാണുന്നുണ്ട്. അതല്ല പോട്ടെ, ആരാ നീ? എന്നോട് നീ ഞാൻ ആരാണെന്നോ? ഈ ലോകം മുഴുവനും കാത്തു സൂക്ഷിക്കുന്നത് ഏത് രാജാവായിരുന്നാലും അവന്റെ കുടുമി എന്റെ കയ്യില. എന്റെ പേര് അപ്പു. നൈസ് മീറ്റിംഗ്. സത്യത്തിൽ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് അറിയാവോ? ഞാൻ ഈ പ്രേതത്തിന്റെ പടങ്ങളെല്ലാം എടുത്ത് ബോറടിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അറിയാവോ? ഈ പ്രാവശ്യം ഡയറക്റ്റ് ആയിട്ട് ശ്മശാനത്തിലുള്ള പ്രേതങ്ങളെ വെച്ച് സിനിമ എടുത്ത് പുതിയൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അറിയാവോ എനിക്ക്? വായി വരുന്നത് കോതയ്ക്ക് പാട്ടാണ്. ഞാനൊന്നും പറഞ്ഞില്ലെന്ന്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാ. ശ്മശാനത്തിൽ ബോഡി എരിയുമ്പോ പെട്ടെന്ന് ബോഡി ചാടി എഴുന്നേക്കും, തലമുടി പെട്ടെന്ന് കത്തും, ഉടനെ കാലും എരിയും, പല്ല് പുറത്തേക്ക് വന്നിട്ട് ഓരോ എല്ലുകളും പടപടാന്നോടിച്ച് ഒച്ച കേൾക്കും. ഇതെല്ലാം നേരിൽ കണ്ട് സ്റ്റഡി ചെയ്ത് ക്യാമറയിൽ ഒപ്പിയെടുത്ത് സിനിമ ചെയ്യാൻ പോവുകയാണ് ഞാൻ. പേടിച്ച് മൂത്രം ഒഴിച്ചു പോകും. അല്ല അത് പോട്ടെ, ഇന്ന് സ്പെഷ്യൽ ആയിട്ട് വല്ല ശവം വന്നോ? കളക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഇത്രയും നേരം നീ നല്ലൊരു അനിയനാണെന്നാ ഞാൻ വിചാരിച്ചത്. ഇത് വെറും തറയായി പോയി. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താ നീ പറയുന്നത്? അതെ, ഈ ഭൂമിയിലെ മറ്റുള്ളവരെക്കാളും ഭാഗ്യം ഞങ്ങൾക്കാ. അതെങ്ങനെയാ? അതായത് കൂൾ ഡ്രിങ്ക്സിന് ഒരു സീസൺ ഉണ്ട്, കല്യാണത്തിനും ഒരു സീസൺ ഉണ്ട്. ചാവുന്നതിന് റീസണോ സീസണോ വല്ലതും വേണോ മോനെ? അപ്പോട്ടൻ എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഞാൻ കേട്ടില്ല. എന്തോ ഓടിപ്പോകുന്ന പോലെ കണ്ടായിരുന്നു അപ്പോട്ടാ? കണ്ണ് കാണാത്തത് കൊണ്ടും കാത് കേൾക്കാത്തത് കൊണ്ടും എല്ലാം ഒരു വ്യക്തത ഇല്ലാത്ത അവസ്ഥയാ. അപ്പൊ ഫീൽ ആകുമോന്നേ? എക്സാക്ട്ലി. പിന്നീന്നാരോ വരുന്ന പോലെ തോന്നുന്നു. ആരാന്ന് നീ ഒന്ന് നോക്കിക്കേ. ഞാനൊന്നും കാണത്തില്ല. ഞാൻ ഇങ്ങനെയുള്ള സീനൊക്കെ ക്രിയേറ്റ് ചെയ്യും, അത്രേ ഉള്ളന്നേ. ഞാൻ കാണത്തില്ല, എനിക്ക് പേടിയാന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. പ്രേത സിനിമയുടെ ഡയറക്ടറാന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പേടിച്ചാലേ? ഞാൻ ഈ സിനിമയെ കൊണ്ടുവരുന്ന പ്രേതമൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോട്ടാ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പ്രേതത്തിന് പേടിയില്ലാത്തോണ്ട്. പക്ഷെ ഇവിടുത്തെ അന്തരീക്ഷം അത്ര ശരിയല്ലല്ലോ അപ്പോട്ടാ. അനിയ, നീയായിരുന്നോ? വേറെ ആരാന്ന് വിചാരിച്ചേ? പ്രേതോന്ന് വിചാരിച്ചോ? ഇതാരാ? ഡയറക്ടർ പറഞ്ഞല്ലോ. അതെ അതെ, നീ ഡയറക്ടർ എടുത്ത് കഥ പറയാൻ മാത്രമായോ? അനിയ, രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ചുറ്റിക്കിറങ്ങരുത്. റാണിയുടെ ആത്മാവ് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. എന്താ പറഞ്ഞ? എന്തെങ്കിലും സംഭവിച്ച നിനക്കാ പ്രശ്നം. ആ പ്രശ്നം എന്താന്ന് നോക്കാനാ ഞാൻ വന്നത്. നീ പോയെ, നിന്റെ പണി നോക്കി പോയെ. റാണിയുടെ ആത്മാവ് അത്ര ചുമ്മാ. മോനെ സൂര്യ, അവിടെ നിന്നേ. ഡാ മോനെ, എന്താ നീ ലൈബ്രറിന്ന് വരുന്ന വഴിക്കേ ആ ഐശ്വര്യനെ ഒന്ന് ചെന്ന് കണ്ടിട്ട് വാടാ. അവൾക്ക് സുഖമില്ലെന്ന് കേട്ടു. അങ്ങനെയാണോ? എന്തു പറ്റി? അവളെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ. നിന്റെ അമ്മാവനും അമ്മായും മരിച്ചു പോയതിനു ശേഷം അവളെ വളർത്തുന്ന ചുമതല നിന്റെ ചെറിയ അമ്മാവനല്ലേ. ഈ വർഷം അവസാനം അവക്ക് 18ാമത്തെ വയസ്സ് തികയ്യ. അവളുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ വേണ്ടി അവളെ പ്രേതം പിടികൂടിയെന്നും പറഞ്ഞ് ശരിക്കും അവൾക്ക് വട്ടുപിടിച്ചു നാക്കി തീർക്കാടാ അവര്. അവൾക്ക് നമ്മളോടാണ് സ്നേഹം കൂടുതൽ. അതുമല്ല, ഐശ്വര്യക്ക് നമ്മളല്ലാതെ മറ്റാരാടാ ഉള്ളത്. അവളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തീർക്കുകയാണെങ്കിൽ അവളെ നമ്മുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാടാ. ഈ വീട്ടിലേക്ക് മരുമകളായി വരാൻ പോകുന്നത് അവളല്ല, സ്വപ്നയാ. അവളെ പറ്റി അമ്മയോട് പറഞ്ഞാലോ? വേണ്ട, അവളോട് കുറച്ചുകൂടി അടുത്തിട്ട് പറഞ്ഞാൽ മതി. എന്തുവാടാ നീ ആലോചിക്കുന്നേ? ഒന്ന് വേഗം ചെല്ലാൻ നോക്ക്. പോവാമേ. എന്നാ പോടാ. ഗുഡ് മോർണിംഗ്. എന്താ ഒന്നും പറയാതെ പെട്ടെന്ന് കോളേജിൽ പോകുന്ന വഴിക്ക് ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അകത്തേക്ക് വാ. ഇന്നലെ വെണ്ണില നന്നായിട്ട് ഡാൻസ് ചെയ്തല്ലോ, അതുകൊണ്ട് കോളേജിൽ പോകുന്ന വഴിക്ക് കുറച്ച് ചോക്ലേറ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ വെണ്ണിലേക്ക് വേണ്ടി വന്നത്, എനിക്ക് വേണ്ടി വന്നതല്ലേ? ഇയാൾക്ക് വേണ്ടി വന്നാണോ ചോദിച്ചാ അതേന്നും പറയാം, അല്ലേന്ന് ചോദിച്ചാ അല്ലാന്നും പറയാം. ഇതിലിപ്പോ വലിയ കാര്യമൊന്നുമില്ലല്ലോ. ശരി വാ. ആന്റി, നമ്മുടെ വെണ്ണിലേക്ക് വേണ്ടി ചോക്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരാള്. മോനെ, എന്തിനാ മോനെ ഇത്? ഇങ്ങനത്തെ ചോക്ലേറ്റ് കഴിച്ച് സ്കൂളിൽ പോയത് പനി പിടിച്ച് ലീവ് എടുത്ത് അകത്ത് കിടന്ന് ഉറങ്ങുക. അങ്ങനെയാണോ? അപ്പൊ ഇന്നലെ ഇത്ര നന്നായി ഡാൻസ് ചെയ്താണല്ലോ. അയ്യോ, ആരോ കണ്ണു വെച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം ആന്റി.
പൊക്കോളൂ പൊക്കോളൂ. വെണ്ണില, അതെന്താ ചോക്ലേറ്റ് കൊടുക്കാതെ തിരിച്ചു വന്നേ? എന്താ ഇങ്ങനത്തെ ഒരു മാറ്റം? മുഖം എന്താ ഇങ്ങനെ വേർക്കുന്നേ? എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരുമോ? ഓക്കെ. ആന്റി, വെണ്ണിലയുടെ നാക്കിന് ഭയങ്കര നീളമാണല്ലോ. അത് അതൊരു സ്പെഷ്യൽ ബബിൾ കമ്മാ. ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാ ഈ വെള്ളം ആദ്യം കുടിക്കേ. അത് ബബിൾക്കായിരുന്നോ? ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. ഞാനൊന്ന് ഒന്നുകൂടി പോയി കണ്ടിട്ട് വരാം. മോളെ, വെണ്ണില, മോളെ, മോളെ. സൂര്യ, എന്ത് പറ്റി സൂര്യ? എന്ത് പറ്റി മോളെ? ഈ ചേട്ടനുണ്ടല്ലോ എന്നെ കണ്ട് പേടിച്ചു പോയി അമ്മേ. നീ എന്താ ചെയ്തേ? തെറ്റല്ലേ ഇത്? ചേട്ടൻ ചോക്ലേറ്റ് കൊണ്ടുവന്നല്ലേ നിനക്ക്? പേടിപ്പിച്ചാലെങ്ങനാ? കുഴപ്പമില്ല ആന്റി, കുട്ടികൾ ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്ന സാധാരണയല്ലേ. എന്താ വെണ്ണില, ഇപ്പൊ ഓക്കെ അല്ലേ? ഇത് കാര്യാക്കണ്ട, അങ്ങോട്ടിരുന്നോ. ഇതാ മോളെ ചോക്ലേറ്റ്. ചുമ മാറിയിട്ട് കഴിച്ചോട്ടോ. വാ, വന്നിരുന്നോ. മോള് കുറച്ചു മുന്നേ വായിന്ന് ബബിൾക്ക് എടുത്തില്ലേ? അത് സ്പെഷ്യൽ ബബിൾ കാണോ? അല്ല ചേട്ടാ, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. അപ്പൊ കുറച്ചു മുന്നേ വായിന്ന് എന്തിനാ ബബിൾക്ക് എടുത്തേ? അത് ബബിൾ കം അല്ല, അതെന്റെ നാക്കാണ്. എത്ര നീളത്തിലും വലിക്കാം. ഞാനിപ്പോ വലിച്ച് കാണിക്കട്ടെ? വേണ്ട 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 വേണ്ട. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ പോയിട്ട് വരാം ആന്റി. എടാ പ്രസാദേ, സൂപ്പർ സ്ട്രേറ്റ് ആക്ടറേ, ഒന്ന് വേഗം വാ. ഇവന്റെ വരവ് കണ്ട പാടത്ത് കോലം നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഗ്രേറ്റ് ആക്ടർ മാത്രമല്ല, ഗ്രേറ്റ് കോ ഡയറക്ടർ. സാർ, എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുക, ഡയറക്ടറാണോ വലിയ ആള്, കോ ഡയറക്ടറാണോ വലിയ ആള്? എല്ലാവർക്കും തോന്നുന്ന സംശയമാണ് നിനക്കും തോന്നിയത്. എന്നാ കേട്ടോ, ഡയറക്ടർക്ക് എത്ര അക്ഷരമാ? ഡയറക്ടർ 4 അക്ഷരമുണ്ട്. കോ ഡയറക്ടർക്ക് ഒന്നും കൂടെ കൂട്ടിയാൽ 5 അക്ഷരമുണ്ട്. ആരാ വലുത്? കോ ഡയറക്ടർ അല്ലേ വലുത്? ഓഹോ, ലൊക്കേഷനിൽ അവർക്ക് ചാൻസ് കൊടുക്കുന്നതൊക്കെ കോ ഡയറക്ടറാ? നോ 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 നോ, ലൊക്കേഷണൽ ക്യാപ്റ്റൻ ഡയറക്ടർ. ആ ഡയറക്ടറുടെ ക്യാപ്റ്റനാണ് കോ ഡയറക്ടർ. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന്റെ പടം ഡയറക്ട് ചെയ്യാൻ വേണ്ടി തനിക്ക് അവസരം തന്നായിരുന്നോ? മോഹൻലാൽ മാത്രമല്ല, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, പൃഥ്വിരാജ്, ഇവരുടെ എല്ലാം ഓഫീസിൽ നിന്ന് ഞാൻ തന്നെ അവരുടെ അടുത്ത പടങ്ങൾ ഡയറക്ട് ചെയ്യണമെന്നും പറഞ്ഞു വിളിയോട് വിളിയായിരുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞേ? നോ എന്ന് പറഞ്ഞു. കാരണം എടുത്തു ചാടി യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സമയക്കുറവ് മൂലം നോ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ്. അത്രയ്ക്ക് ബിസി ആവാൻ വേണ്ടി നീ എന്താ അടുക്കളയിലെ പാത്രങ്ങൾ തേച്ച് മെഴുക്കുക? എന്റെ മോന് പരീക്ഷയുണ്ട്. അല്ല, എന്തിനാ പഠിക്കുന്നേ? MBBS-നാണോ അതോ ബിടെക്കിനാണോ? ആരടാ നീ? ആദ്യം നീ മോമോടി പറയൂ സാർ, പറഞ്ഞോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മോൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3-ാം ക്ലാസ്സാ? ചെറുപ്പം തൊട്ടേ നന്നായി പഠിപ്പിച്ചാൽ ഭാവിയിൽ എന്റെ മോൻ വലിയൊരു സംവിധായകനായി മാറും. ശരി പ്രസാദേ, നീ വലിയ ഡയറക്ടർ തന്നെയാ. ഒരുപാട് ഐഡിയ വെച്ചിട്ടുണ്ടല്ലോ. ഹൊറർ മൂവി എടുക്കുന്ന ശ്യാം ഗോപാൽ ശർമ്മയില്ലേ, ആ ഡയറക്ടറിന് വല്ല ഐഡിയയും കൊടുത്തിട്ടുണ്ടോ നിങ്ങള്?